ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ ബാംഗ്ലൂരിലുള്ള പ്രശസ്തമായിട്ടുള്ള ബന്നാർഘാട്ടെ സൂവിലെ കാഴ്ചകളാണ്. വിവിധ ഇനം സർപ്പങ്ങളും വന്യമൃഗങ്ങളും പക്ഷികളും അടങ്ങിയ മനോഹരമായ കാഴ്ചകളാണ് ബന്നാർഘാട്ടെ സൂവിലെ കാഴ്ചകൾ. ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 30 കിലോമീറ്ററാണ് ബന്നാർഘാട്ടെ സൂവിലേക്കുള്ള ദൂരം. ബന്നാർഘാട്ടെ സൂവിൻ്റെ ഗേറ്റ് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാൻ കഴിയും. സൂവിൻ്റെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായിട്ട് തന്നെ നല്ല വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ നല്ല തണൽ മരങ്ങളുമൊക്കെ ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ബന്നാർഘാട്ട സൂവിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ കൂടെയുള്ള ഹാരിസ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ഒരു തിരക്കിലാണ്. ചെറിയൊരു ക്യൂ ഉണ്ട് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ടിക്കറ്റ് ഇവിടുത്തെ എൻട്രി ചെയ്യുന്ന ഗേറ്റിൽ കാണിച്ചു കൊടുക്കണം. ബന്നാർഘാട്ടെ സൂവിൽ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. ഞങ്ങൾ 2 പേരായതുകൊണ്ട് 200 രൂപയാണ് ഫീസ് വന്നത്. നമുക്കിവിടെ നടന്ന് കാണാനാണ് ഈ ഒരു ടിക്കറ്റ്. ഇങ്ങനെയുള്ള ചെറിയ വാഹനങ്ങളിൽ ഇവിടുത്തെ സ്റ്റാഫുകൾ നമ്മെ മൃഗശാലയുടെ എല്ലാ ഏരിയകളും കാണിച്ചു തരും. അതിന് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 300 രൂപയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇനി ആ ടിക്കറ്റ് എൻട്രി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളെ കാണിച്ച് നമ്മളിപ്പോൾ മൃഗശാലയുടെ ഉള്ളിലേക്ക് കടക്കാൻ നിൽക്കുകയാണ്. രാവിലെ 9 മണിക്കാണ് ബന്നാർഘാട്ടെ മൃഗശാല ഓപ്പൺ ചെയ്യുന്നത്. വൈകിട്ട് 6:30 മണി വരെ നമുക്ക് ഇവിടെ മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും. 6:30ക്ക് ശേഷം ഇവിടെ ക്ലോസ് ചെയ്യും. എൻട്രി ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്നത് സീബ്രകളെയാണ്. ഈ മൃഗശാലയിൽ മൃഗങ്ങളെ ഒരു വിശാലമായ സ്ഥലത്ത് പരിപാലിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കാണുന്ന സമയത്ത് മൃഗങ്ങൾ നമ്മളിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് അങ്ങോട്ട് കാണാൻ കഴിയില്ല. ചില സമയത്ത് അടുത്തും ആയി വരും. ആഫ്രിക്കൻ കാടുകളിലൊക്കെ കാണപ്പെടുന്ന സീബ്രകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഇന്ത്യയിലും കേരളത്തിലുമുള്ള കാടുകളിലൊന്നും ഈ സീബ്രകളെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അനിമൽ പ്ലാനറ്റ് ചാനലുകളിലൊക്കെ ആഫ്രിക്കൻ വനാതിർത്തികളിൽ കാണപ്പെടുന്ന സീബ്രകളെ നമ്മളിപ്പോൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. മൃഗങ്ങളെ പരിപാലിക്കുന്ന സ്ഥലത്ത് നല്ല തണൽ മരങ്ങളും ആവശ്യത്തിന് വെള്ളവും എല്ലാം ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ മൃഗശാലയിലേക്ക് വന്ന സമയം ഉച്ച കഴിഞ്ഞായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇപ്പോൾ. എന്നാലും സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാനും വിശ്രമിക്കാനുമായിട്ട് നല്ല തണൽ മരങ്ങളും ഉണ്ട്. സീബ്രകളെ കണ്ട ശേഷം നമ്മൾ ഇനി നേരെ പോകുന്നത് ആഫ്രിക്കൻ കാടുകളിലൊക്കെ കാണപ്പെടുന്ന മറ്റൊരു മൃഗമായിട്ടുള്ള ജിറാഫിനെ കാണാനാണ്. ജിറാഫിനെ കാണുന്ന സ്ഥലത്ത് രസകരമായിട്ടുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മൃഗശാലയിൽ ഇപ്പോൾ നമുക്ക് 2 ജിറാഫുകളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവരെ പരിപാലിക്കുന്ന ഈ ഒരു സ്ഥലം അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മരത്തടികൾ കൊണ്ടുള്ള വേലിയും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇവർക്ക് വിശ്രമിക്കാനും തണലൊക്കെ കൊള്ളാനുമായിട്ട് ഇവരുടെ ഹൈറ്റിൽ തന്നെ ഒരു ഷെഡും നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ജിറാഫിനെ കണ്ട ശേഷം നമ്മളിപ്പോൾ കാണുന്നത് മ്ലാവുകളെയാണ്, പല കളറിലുള്ള. ഈ ജിറാഫിനെ പരിപാലിക്കുന്ന അടുത്തു തന്നെയാണ് ഈ മ്ലാവുകളെ നമുക്ക് കാണാൻ സാധിച്ചത്. കുറച്ച് അകലെയായതിനാൽ നമുക്ക് കൂടുതൽ അങ്ങോട്ട് വ്യക്തമായിട്ട് കാണുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഈ ബാക്കിൽ കാണുന്ന സ്ഥലമുണ്ട്, നമ്മളെ ബാക്കിൽ ആ ഏരിയയിൽ ജിറാഫും സീബ്രയും പിന്നെ മ്ലാവില്ലേ ആരിസ അതന്നെ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളിപ്പോൾ കുറച്ചാണ്ട് ഫ്രണ്ട് പോയി നോക്കാം. ഇതുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു മാപ്പാണിത്. ഇവിടെ അനിമൽസുകൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റോയൽ ബംഗാൾ ടൈഗറിനെയാണ്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ടുള്ള കടുവയെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കടുവകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് തവണ
ഈ ഒരു മൃഗത്തെ നോക്കി നിൽക്കും. കാരണം അത്രയ്ക്കും മനോഹരമാണ് ഇവരെ കാണാൻ. പിന്നെ ഇവരുടെ ശബ്ദവും അതുപോലെ തന്നെ ഇവരുടെ ഫേസും എല്ലാം കാണാൻ തന്നെ പ്രത്യേകം ഒരു ഭംഗിയാണ്. ഇപ്പം നമ്മൾ കാണുന്ന ഈ കടുവ ഒരു മെയിൽ ടൈഗറാണ്. ഈ മൃഗശാലയിൽ എല്ലാ മൃഗങ്ങൾക്കും അത്യാവശ്യം നല്ല വിസ്താരമുള്ള ഒരു സ്ഥലമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ടൈഗറിനായാലും അത്യാവശ്യം അവർക്ക് നടന്ന് സഞ്ചരിക്കാനും കുറച്ചകലെയൊക്കെ സഞ്ചരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് മാനിനെയാണ്, അഥവാ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മാന്. ഈ മാനിൻ്റെ ഒരു ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് സ്പോട്ടഡ് ഡിയർ എന്നാണ്. ചിതൽ എന്ന പേരും ഈ ഒരു മാനിനെ വിളിക്കാറുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലുള്ള കാടുകളിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക കാടുകളിലും കാണപ്പെടുന്ന ഒരു മാനാണ്. ഈ ഒരു നെറ്റ് കെട്ടിയ ഏരിയയിൽ ഒരുപാട് മാനുകളുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത് നിന്നും കുറച്ച് ഡിസ്റ്റൻസിലാണ് ഈ ഒരു മാൻകൂട്ടമൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ അത്ര വ്യക്തമായിട്ട് കാണില്ല. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഏഷ്യൻ എലിഫൻറ്റിനെയാണ്. ഈ ഒരു ബോർഡിൽ അവർ കഴിക്കുന്ന ഭക്ഷണവും അവരുടെ ശാസ്ത്രീയ നാമവും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അധികം ഉയരമില്ലാത്ത ആനകളെയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊമ്പൻ ആനകളൊന്നും ഇല്ല, ഫുള്ളായിട്ട് പിടിയാനകളെയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്പോട്ടഡ് ഡിയറുകളെ പോലെ രൂപസാദൃശ്യമുള്ള വേറൊരു മാനുകളാണിത്. സ്പോട്ടഡ് ഡിയറുകളെ പോലെ ശരീരത്തിൽ പുള്ളികളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് ലെപ്പേർഡിനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ടൈഗറിനെ കണ്ട്, ഇനിയിപ്പോൾ ലയണിനെ കാണാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ലെപ്പേർഡ്. ഈ പ്രധാനമായിട്ടുള്ള ഓരോ അനിമൽസാണ്. അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലെപ്പേർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ബോർഡാണ്. ഇതിന് ഫ്രണ്ടിലായിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ് ലെപ്പേർഡിനെ ഇവിടെ പരിപാലിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഒരു ആൺ ലെപ്പേർഡും ഒരു പെൺ ലെപ്പേർഡുമാണുള്ളത്. കാട്ടിലെ ഏറ്റവും അപകടകാരികളായ ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ നമ്മൾ അടുത്ത് വെച്ച് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. ഇപ്പോൾ ഈ നടന്നു വരുന്ന ഈ പുള്ളിപ്പുലി ഒരു ആൺ പുള്ളിപ്പുലിയാണ്. ഇതിൻ്റെ കൂടെയുള്ള പെൺ പുള്ളിപ്പുലി ഇവരുടെ കൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ നമുക്ക് അതിൻ്റെ തലഭാഗം മാത്രം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് വീഡിയോയിൽ കൂടുതൽ എടുക്കാൻ കഴിയുന്നില്ല, കുറച്ച് ദൂരെയായതുകൊണ്ട്. ഈ പുള്ളിപ്പുലികളെ പരിപാലിക്കുന്ന ഈ ഒരു ഏരിയക്ക് അടുത്ത് തന്നെയാണ് സിംഹങ്ങളെയും പരിപാലിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സിംഹത്തിനെയാണ്. സിംഹം ഒരു പാറയ്ക്ക് മുകളിൽ കിടന്നുറങ്ങുകയാണ്. പുള്ളിപ്പുലികളെ പോലെ തന്നെ 2 സിംഹങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല, കാരണം ആൾ ഒരു പാറയ്ക്ക് മുകളിൽ കിടന്നുറങ്ങുകയാണ്. നമുക്ക് വീഡിയോയിൽ പകർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ചൂടായതുകൊണ്ട് തന്നെ വെള്ളത്തിലാണ് കൂടുതൽ നേരവും ഇവർ ഇപ്പോൾ കിടക്കുന്നത്. വളരെ കട്ടി കൂടിയ തൊലിയും വളരെ നീളമേറിയ പല്ലുമൊക്കെ ഉള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഹിപ്പോപ്പൊട്ടാമസ്. ഇവരുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാമെന്നും പ്രതീക്ഷിച്ച് നമ്മൾ കുറച്ച് നേരം ഇവിടെ ചിലവഴിച്ചു. പക്ഷേ ഇവർ വെള്ളത്തിൽ നിന്ന് എണീക്കുന്നില്ല. ചൂടായതുകൊണ്ട് തന്നെ തണുപ്പ് കിട്ടാനും വേണ്ടി കൂടുതൽ സമയം വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്.
ഏറ്റവും അപകടകാരികളായ വന്യജീവികളിൽപ്പെട്ട ഒരു ജീവിയാണ് കരടി. നമ്മളിപ്പോൾ കരടിയുടെ മുന്നിലാണുള്ളത്. ഏഷ്യാറ്റിക് ബ്ലാക്ക് ബീർ എന്നാണ് ഇതിൻ്റെ പേര്. പുലി, കടുവ, സിംഹം പോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അനിമലാണ് ഈ ബീർ, അതായത് കരടി. മൃഗശാലയുടെ ഉള്ളിലായിട്ട് ബോട്ടിങ്ങിനും സൗകര്യമുണ്ട്. മൃഗശാലയിൽ വരുന്നവർ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന കുളത്തിൽ ബോട്ടിങ് നടത്താം. ബോട്ടിങ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ തിരക്കാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗ്രേ വോൾഫാണ്. കുറുക്കൻ്റെ ഫാമിലിയിൽപ്പെട്ട വൈറ്റ് ആൻഡ് ബ്ലാക്ക് നിറത്തിലുള്ള കാട്ടുകോഴിയാണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കോഴി. ഇത് ഗോൾഡൻ ജാക്വൽ കുറുക്കനാണ്. പല രീതിയിൽപ്പെട്ട പല കുറുക്കന്മാരുടെ ഫാമിലിയിൽപ്പെട്ട പല കുറുക്കന്മാരുണ്ട് ഇവിടെ. കുറേ ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ കൂടുതൽ അങ്ങോട്ട് കിട്ടുന്നില്ല. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഹൈന, അതായത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ളൊരു അനിമലാണ് ഹൈന. ആള് ഉറക്കത്തിലാണ്. അവരുടെ കൂടിന് ഫ്രണ്ടിലായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഹൈന. വളരെ ബ്രൂട്ടലായിട്ട് ഇരയെ അറ്റാക്ക് ചെയ്യുന്നൊരു ജീവിയാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അണലിയെയാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്നേക്കാണ്. ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് മരിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു പാമ്പാണിത്. കടിച്ച സ്ഥലത്ത് വളരെ വീക്കവും അങ്ങനെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാമ്പാണിത്. പാമ്പുകളിലെ രാജാവായിട്ടുള്ള രാജവെമ്പാലയെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 രാജവെമ്പാലയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ളത്, ഈ ഒരു ചെറിയൊരു ഏരിയയിലുള്ളത്. അതിൽ തന്നെ ചെറിയതും വലിയതുമായിട്ടുള്ള പാമ്പുകളുണ്ട്. 2 പാമ്പുകൾ ഇപ്പോൾ ആ ഒരു ഇവരുടെ മാളത്തിൽ ഉണ്ട്. ഒന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാമ്പാണിത്. കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ല. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ മരിക്കും. ആ ഒരു സിറ്റുവേഷനാണ് ഇതിൻ്റെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ. ഈ മൃഗശാലയിൽ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് ചേരയൊക്കെയാണ് കൊടുക്കുന്നത്. റാറ്റിൽ സ്നേക്ക്, അതുപോലെ തന്നെ തവള, അതൊക്കെയാണ് ഇവരുടെ ഫുഡ്. ഇവർക്ക് പ്രത്യേകമായിട്ട് തന്നെ വെള്ളം, അതുപോലെ തന്നെ മുളം കാടുകളൊക്കെ ഇതിനുള്ളിൽ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവർ കാട്ടിലൊക്കെ ആണെങ്കിലും വളരെ തണുപ്പുള്ള പ്രദേശത്ത് മാത്രമേ നിൽക്കുന്നൊരു പാമ്പാണ്.
ഏകദേശം ഇവിടുത്തെ ഒരുവിധം ആനിമൽസിനൊക്കെ കണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ കണ്ടത് പാമ്പിനെയാണ്. അപ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ. നമ്മളിപ്പോൾ കിങ് കോബ്രനൊക്കെ ഒരു കൂട്ടിൽ തന്നെ 4-5 കിങ് കോബ്ര അല്ലേ, അതൊക്കെ ഭയങ്കര അടിപൊളി. കാണുമ്പോൾ നമ്മൾ എത്തുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇത് നമുക്കങ്ങനെ പേടിയാവുക. അപ്പോൾ പിന്നെ മൂർഖൻ പാമ്പുണ്ട്, അതുപോലെ തന്നെ അണലി, അങ്ങനെ ഒരുപാട് പാമ്പുകൾ. അപ്പോൾ ഇവിടെ പിന്നെ ചീറ്റപ്പുലിനെ കണ്ടിട്ടില്ല അല്ലേ? നമ്മളിപ്പോൾ ഈ മൃഗശാലയിൽ നിന്ന് ഇനി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു സമയം 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ അനിമൽസിനും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ട്. അടിപൊളി സംഭവമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.